എന്റെ പൊന്ന് ചേട്ടാ, എന്റെ കഴുത്തിൽ കിടന്ന് 5 പവന് മാല ഇടിപ്പിച്ചു തന്നിട്ട് കത്തൂടായിരുന്നോ? ഇതൊക്കെ എപ്പോഴാടി? ഞാനിത് എപ്പോഴാണ് ഇതൊക്കെ ചെയ്തത്? നീ എന്ത് തോന്നിയാസോണി പറയണ? ഇവിടെ ഇരിക്കണേക്കാളും നല്ല എഴുന്നേറ്റ് പോണ. എന്ത് വെച്ചാ അറ്റാക്കായിരുന്നു. ഇന്നലെ രാത്രിയായിരുന്നു. 10 പൈസ വരുമാനം പേങ്ങൾക്കും കുട്ടികൾക്കും കുടുംബത്തിനും ഇല്ല. എങ്ങനെ ആവട്ടെ? വെള്ളിയാഴ്ച അങ്ങോട്ട് വരും. എൻ്റെ ശനിയും ഞായറും അങ്ങോട്ട് തിന്നു മുടിപ്പിച്ചിട്ട് ഒറ്റ പോക്കങ്ങ് പോകും. പോണ പോക്കിന് അങ്ങോട്ട് വീട്ടിലുള്ള സാധനങ്ങളും കൂടി കൊണ്ടുപോകും. എന്നിട്ട് തന്നെ അളിയാൻ ഇങ്ങനെയൊക്കെ തന്നെ പറയണം. കൊള്ളളിയാ. വരാനുള്ളത് ഞാനൊരു പ്രത്യേകിച്ച് ആരുമില്ല. ബന്ധുക്കളാണെങ്കിൽ വെറുപ്പിച്ചിട്ടൊക്കെയാണ്. പിന്നെ ഉള്ളത് 2-3 കൂട്ടുകാരാണ്. അത് വെള്ളം അടിച്ചില്ല, അങ്ങടയിലും മാറിയിപ്പുണ്ട്. എന്തൊരു പോക്ക് കഷ്ടായി പോയത് നന്നായി. പോസ്റ്റ് അടിക്കാൻ പോയത് 1 ലിറ്ററൊക്കെ വാങ്ങിച്ച് ഒറ്റക്ക് നടിയാണ്. അതെന്ത് വർത്താനോടു? ഞാൻ 1 ലിറ്റർ വാങ്ങിച്ചിട്ട് അവൻ ഒറ്റക്ക് അടിച്ചു തീർത്താണ്. ഓയ് നിന്റെയൊക്കെ തന്തമാരോടെ അടിച്ചു തീർക്കണത്. അതല്ലടൂ, അവൻ എൻ്റെ 25,000 രൂപ വാങ്ങിക്കുന്നത്. അതിന് കിട്ടൂ. എടാ, ഒരാവശ്യം വന്നപ്പോഴേക്കും ഞാൻ നിനക്കല്ലേ കാശ് തന്നത്? അത് നീ എൻ്റെ തലയിലോട്ടിട്ടാ. കൊള്ളാടാ. ചത്തപ്പോഴെങ്കിലും എനിക്ക് നിന്നെയൊക്കെ മനസ്സിലാക്കാൻ പറ്റിയല്ല. സന്തോഷമുണ്ടോടാ? ഇനിയിപ്പോ അത് ചോദിച്ചിട്ട് കാര്യമില്ലല്ലേ? ഇല്ല. ഇപ്പോഴാ ബോഡി എടുക്കണത്. എനിക്ക് പോയിട്ടൊരു കല്യാണം ഉണ്ടായിരുന്നു. അറിയില്ല, ശാന്തിക്കാരൻ വന്നിട്ടില്ല. എനിക്കും പോയിട്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ആരാ ശാന്തിക്കാരൻ? അറിയില്ലേ, നമ്മുടെ സാനു. ഏത് സാനു? അറിയില്ലേ, നമ്മുടെ സുഗുണൻ്റെ മോൻ സാനു. അവനിപ്പോൾ മന്ത്രതന്ത്രങ്ങളിലൊക്കെ വളരെ അഗ്രഗണ്യനാണ്. നേരെ ജോലി വിളക്ക് വെക്കാൻ അറിയാൻ പാടാത്തവനാ. എൻ്റെ വിധി. ആരെ കാര്യങ്ങളൊക്കെ നോക്കുന്ന? ഞാൻ അളിയന. ലിസ്റ്റിൽ ഉള്ള സാധനങ്ങൾ മൊത്തം മേടിച്ചായിരുന്നു? എല്ലാം വാങ്ങിയിട്ടുണ്ട്. ഒരു 3 കരിക്കും പുഷ്പവും മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിസ്റ്റ് പറഞ്ഞ എല്ലാം മേടിച്ചിട്ടുണ്ട് അല്ലേ? പരിയർമ്മി, നീ ആ പൂജാ സാധനങ്ങളെല്ലാം അവിടെ സെറ്റ് ചെയ്യും. ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വേഗം വരാം. ഇവന് പോലും അറിയില്ല ഇവൻ എന്തൊക്കെയാണ് ചെയ്യണേന്ന്. ഈ അവസാന നിമിഷം കർമ്മം ചെയ്യാനായിട്ട് ഇവനെ കിട്ടിയോളാം. അതും മുഞ്ചി. ഇതേതാണ് ഈ മാരണം? പോകാം. എങ്ങോട്ട്? നീ ഈ ലോകത്തിലെ എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ചു കഴിഞ്ഞു. ഇനി നീ ജീവിക്കേണ്ടത് വേറെ ലോകത്താണ്. നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. നിങ്ങൾ ആരാണ്? ഞാനോ? ഞാൻ ആ രാജ്യത്തെ രാജാവാണ്. രാജാവാ? അതെ, ഞാൻ ആ രാജ്യത്തെ രാജാവാണ്. എൻ്റെ പേര് യമധർമ്മൻ.